ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇത്തവണ കേക്ക് കട്ടിങ്ങും പരിപാടികളൊന്നും വേണ്ട, പകരം നമുക്ക് നൈറ്റ് ഫുഡ് കഴിക്കാൻ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പ്ലാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തി കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഒല്ലൂർ സൂഫി മന്തിയിലേക്കാണ് വന്നത്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് റിട്ടേൺ വീട്ടിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇടയിൽ വെച്ച് വേറൊരു സ്ഥലത്ത് കയറിയത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്, കുറുക്കഞ്ചേരിയിലുള്ള അതൊരു സ്റ്റുഡിയോ ആണ്. അവിടുന്ന് നമുക്കിതാ ഇങ്ങനെ ഒരു ഐറ്റം ഫോക്സ് പാനൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോസ് സെറ്റ് ചെയ്ത് തരുന്നത്. ഇതവിടെ ചെയ്യുന്നത് എനിക്കറിയായിരുന്നു, പക്ഷേ ഇവിടെ ചെന്ന് ഇങ്ങനൊരു സർപ്രൈസ് എനിക്ക് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഫോട്ടോസ് അതും എല്ലാം നല്ല ക്വാളിറ്റി പ്രിൻറ്റ്സ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് സെൻറ്റ് തോമസിൻ്റെ അവിടെയുള്ള ഒരു കഫേയിൽ ഇരുന്നിട്ടാണ് കേട്ടോ, ഒരു ബർഗർ കഫേയാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു ഡെസേർട്ട് ഐറ്റം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ നന്നായി തോന്നി. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മൾ അൺബോക്സിങ് വീഡിയോ എടുത്തു. ഇത് ഫലൂടെയാണ് സംഭവം, അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ, വീട്ടിൽ പോവാം എന്നുള്ളതിലാണ്. അപ്പോൾ സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ ഇവൻ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഞാൻ റൂമിൽ കയറിയപ്പോൾ അതാണ്ട അവിടെ വേറെ വലിയൊരു പൊതി. ഇതെന്തപ്പോൾ അത്, പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഡോളാണെന്ന് മനസ്സിലായി. കുറേ കാലങ്ങളായിട്ട് ഞാൻ പറയുന്നൊരു സംഭവമാണ്, എനിക്ക് ഒരു ആനയുടമയാവണം, എനിക്ക് സ്വന്തമായി ഒരു ആനക്കുട്ടീനെ വേണമെന്ന്. അതിങ്ങനെ ഓർത്ത് വെച്ചിട്ട് വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, കാരണം ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. അങ്ങനെ ആ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നല്ല സുഖം ഉണ്ടായിരുന്നു അതിനിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ. എന്തായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേക്കാണ് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.